ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച സാധാരണ പത്രത്തിന്റെ കൂടെ വാരാന്ത പതിപ്പ് കൂടി ഇറങ്ങാറുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെയാണ് വായിക്കാറുള്ളതും. പക്ഷെ ഇന്ന് ദേശാഭിമാനിക്ക് മാത്രം വാരാന്ത പതിപ്പില്ല. അച്ചടിച്ച ദേശാഭിമാനി വാരാന്ത പതിപ്പ് പുറത്തിറക്കിയില്ല. എന്താണ് അതിന് കാരണം? കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിലുള്ള നാടക നിരൂപണം ഉൾപ്പെട്ടതിനാലാണ് വിതരണത്തിന് അനുമതി നൽകാതിരുന്നത്. പത്രത്തിന്റെ വാരാന്ത എഡിറ്റർ KR അജയനാണ് അനുമതി നിഷേധിച്ചത്. KV സുധാകരൻ എഴുതിയ VS അച്യുതാനന്ദന്റെ അനുസ്മരണ കുറിപ്പ് പ്രസിദ്ധീകരിക്കേണ്ട പതിപ്പാണ് ഒഴിവാക്കിയത്. അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഈ പത്രത്തിനൊക്കെ എഡിറ്റർമാരുണ്ടാകുമല്ലോ. ഇതാണ് പ്രശ്നം. ഇതാണെങ്കിൽ ഇത് പ്രൂഫ് റീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ അതിലേക്ക് എത്തിയത്. ആ ഘട്ടത്തിലൊന്നും ഇത് ആർക്കും കണ്ടില്ലേ? വാരാന്ത പതിപ്പ് പുറത്തിറങ്ങുന്നില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ ഇന്ന് എഴുതിയിരിക്കുന്നത്. സാധാരണ നിലയിൽ വാരാന്ത പതിപ്പ് ഇല്ലാതെ വരുമ്പോൾ ആളുകൾ അന്വേഷിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങളായിരിക്കും എന്ന് അങ്ങ് കരുതി പോകാറാണ്. ഇത് ആദ്യമായല്ല ഏതെങ്കിലും ഒരു പത്രം വാരാന്ത പതിപ്പ് പ്രിന്റ് ചെയ്യാത്തത്. എന്തെങ്കിലും സാങ്കേതിക കാരണമുണ്ടെങ്കിൽ ഒഴിവാക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ആ ഫ്രണ്ട് പേജിൽ തന്നെ അത് എടുത്ത് എഴുതിയിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുള്ള കാര്യം തിരക്കുമ്പോഴാണ് ഈ ഒരു നാടക നിരൂപണം അതിൽ ഉൾപ്പെട്ടിരുന്നുവെന്നും അതിൻ്റെ തലക്കെട്ട് കള്ളൻ വിജയൻ ആണ് എന്നുള്ള കാര്യവും വ്യക്തമാകുന്നത്. അതിനാലാണ് അതിനുള്ള അനുമതി, ഇത് വിതരണം ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം വാരാന്ത പതിപ്പിൻ്റെ എഡിറ്റർ KR അജയൻ സ്വീകരിച്ചു. അതിനെ തുടർന്നാണ് അത് വിതരണം ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ദേശാഭിമാനി എത്തിയത്. അങ്ങനെ ഒരു അറിയിപ്പ് കൂടി ഫ്രണ്ട് പേജിൽ നൽകി അത് വിതരണം ഒഴിവാക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, VS അച്യുതാനന്ദൻ്റെ അനുസ്മരണക്കുറിപ്പുകളുള്ള ഒരു വാരാന്ത പതിപ്പായിരുന്നു ഒഴിവാക്കിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതിൽ ഓർക്കുന്നില്ലേ ആ കടലിരമ്പം എന്നൊരു തലക്കെട്ടിൽ KV സുധാകരൻ, VS അച്യുതാനന്ദൻ്റെ മുൻ പ്രസ് സെക്രട്ടറിയായ KV സുധാകരൻ എഴുതിയ ഒരു ലേഖനം കൂടി ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ്റെ അനുസ്മരണം ഈ 1ാം ചരമവാർഷികമാണ് 21ാം തീയതി. അപ്പോൾ അതുകൂടി ഉൾപ്പെട്ട ഈ അനുസ്മരണങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു വാരാന്ത പതിപ്പാണ് ഇറങ്ങേണ്ടിയിരുന്നത്. അതാണ് ഇപ്പോൾ പ്രിന്റ് ചെയ്ത ശേഷം വിതരണം ചെയ്യേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത്. ഇനിയിപ്പോൾ VSന്റെ അനുസ്മരണം ഉൾപ്പെടുത്തി ഒരുപക്ഷെ വരും ദിവസങ്ങൾ VSന്റെ അനുസ്മരണം അവിടെ നിൽക്കട്ടെ. ഒരു നാടക നിരൂപണം, ആ നാടക നിരൂപണത്തിന് കള്ളൻ വിജയൻ എന്ന് തലക്കെട്ടിട്ടാൽ അതിലെന്താണ് പ്രശ്നം? ഇതാണോ സ്വാതന്ത്ര്യത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ വാചാലരാകുന്ന ഇടതുപക്ഷത്തിന് എന്താണ് ആ തലക്കെട്ടിലൊരു പ്രശ്നം? VS അച്യുതാനന്ദൻ്റെ അനുസ്മരണക്കുറിപ്പ് പ്രസിദ്ധീകരിക്കുന്ന അതേ വാരാന്ത പതിപ്പിൽ തന്നെ ഇത്തരത്തിൽ മറ്റൊരു ലേഖനം ഈ ഒരു തലക്കെട്ടിൽ കള്ളൻ വിജയൻ എന്നുള്ള ഒരുപക്ഷെ നാടകമായിരിക്കാം, നാടകത്തിൻ്റെ നിരൂപണമായിരിക്കാം, ആ തലക്കെട്ടിൽ വരുമ്പോൾ അതിന് മറ്റ് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്കയായിരിക്കാം ദേശാഭിമാനിയുടെ അധികൃതരെ കൊണ്ട് അത് വിതരണം ചെയ്യേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത്. അത് KR അജയൻ ആ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തു. ഇത് വിതരണം ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ മറ്റ് ചില വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. ഈ പറയുന്ന VS അനുസ്മരണം ഉള്ളതിനാലാണ് അത് ഒഴിവാക്കിയത് എന്നുള്ള തരത്തിൽ ചില വ്യാഖ്യാനങ്ങൾക്ക് വന്നിരുന്നുവെങ്കിലും അങ്ങനെയല്ല കാര്യം. ഈ ഒരു നാടക നിരൂപണം ഉള്ളതിനാലാണ് ഈ വാരാന്ത പതിപ്പ് ഒഴിവാക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത്. ശരി, അമൽ തേനമറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.